പ്രപഞ്ചമാതാവായ ഭദ്രകാളിയുടെ അനുഗ്രഹ വർഷത്തിൽ സർവൈശ്വര്യങ്ങളും ഏറ്റുവാങ്ങാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സുന്ദരദേശം ആനിക്കാട്. പുരാണ പുണ്യ പ്രസിദ്ധനായ അയനി മഹർഷിയുടെ ചരിത്ര മഹിമ പേറുന്ന അയനിക്കാട് കാലാന്തരത്തിൽ ആനിക്കാടായി മാറിയപ്പോൾ ആ മഹിമയ്ക്ക്, ആ ഗരിമയ്ക്ക് അർക്ക തേജസ് സമ്മാനിച്ചുകൊണ്ടിതാ ആനിക്കാട് ഭഗവതിയുടെ തിരുവുത്സവം വീണ്ടും വന്നെത്തുകയാണ്. 2025 മാർച്ച് 26 മുതൽ ഏപ്രിൽ 1 വരെ നടക്കുന്ന തിരുവുത്സവം അനുഷ്ഠാനബദ്ധമായ ചടങ്ങുകൾ കൊണ്ടും ആചാരങ്ങളുടെ ശരികൾ കൊണ്ടും ആസ്വാദനത്തിന്റെ സുന്ദര മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്ന കലാവിരുന്നുകൾ കൊണ്ടും സമൃദ്ധമാണ്. ഉമാ കാർത്യായനി ഗൗരി കാളി ഹൈമവതീശ്വരി ശിവ ഭവാനി രുദ്രാണി ശർവാണി സർവമംഗല അപർണ പാർവതി ദുർഗ മൃഡാനി ചണ്ഡികാംബിക ആര്യ ദാക്ഷായണി ചൈവ ഗിരിജ മേനകാത്മജ ചാമുണ്ട കർണമൗഡീപ ചർച്ചിക ഭൈരവി തഥാ ഇങ്ങനെ വിഭിന്ന ഭാവങ്ങളിലൂടെ വ്യത്യസ്ത നാമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിനാകെയും രക്ഷ നൽകുന്ന ആനിക്കാട്ട് കാവിലമ്മയുടെ തിരുവുത്സവം ഇതാ വന്നെത്തുകയായി. മാർച്ച് 26 വൈകിട്ട് 6:45 പ്രശസ്ത ചലച്ചിത്ര TV താരം ഹരിദാജി നായർ ഉദ്ഘാടനം നിർവഹിക്കുന്ന തിരുവരങ്ങിൽ രാത്രി 7 മണി മുതൽ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ ആത്മജവർമ്മ തമ്പുരാൻ കളിവിളക്ക് തെളിയിക്കുന്നതോടെ കഥകളിക്ക് സമാരംഭമായി. കേന്ദ്ര സംസ്ഥാന പുരസ്കാര ജേതാവും കഥകളി ആചാര്യനുമായ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ കഥകളി രംഗത്തെ മഹാരഥന്മാർ അണിനിരക്കുന്ന നരകാസുരവധം കഥകളി ആസ്വാദക മനം നിറയ്ക്കുക തന്നെ ചെയ്യും. മാർച്ച് 27 വൈകിട്ട് 6:45 മുതൽ നാട്യവികാസ് അഭിനവ് അശോക്, സാത്വിക റെഡ്ഡി ഹൈദരാബാദ്, ലക്ഷ്മി രഘുനാഥ് തിരുവനന്തപുരം എന്നീ പ്രതിഭാധനരായ യുവനർത്തകർ അവതരിപ്പിക്കുന്ന കുച്ചിപ്പുടി നൃത്യമാലിക വിസ്മയ കാഴ്ചയൊരുക്കും. മാർച്ച് 28 രാത്രി 9 മണിക്ക് പ്രശസ്ത TV താരങ്ങളായ മാളവിക MRK, ശ്രീ സുനിൽ പ്രയാഗ് തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷനും ചലച്ചിത്ര TV താരം ശ്രീ ജയദേവ് കലമൂർ അവതരിപ്പിക്കുന്ന മിമിക്സും ഉൾപ്പെടുത്തിയുള്ള മെഗാ സ്റ്റേജ് ഷോ അരങ്ങിലെത്തുമ്പോൾ അത് ആസ്വാദക സഹസ്രങ്ങളുടെ മനം നിറയ്ക്കുമെന്നതിൽ തർക്കമില്ല. മാർച്ച് 29 രാത്രി 9 മണി മുതൽ ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് ഫാമിലി കോമഡി എന്റർടൈനർ നാടകം വനിതാ മെസ്സുമായി കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻസ് അരങ്ങിലെത്തും. മാർച്ച് 30 രേവതി നാളിലെ എഴുന്നള്ളത്തുകൾക്ക് ഗജരാജൻ തോട്ടക്കാട് രാജശേഖരൻ തിടമ്പേറ്റുമ്പോൾ ആനിക്കാടിന്റെ യുവവാദ്യ പ്രതിഭകൾ പാണ്ടിയിലും പഞ്ചാരിയിലും മേളപ്പെരുമഴ ഒരുക്കും. വൈകിട്ട് 6 ലക്ഷദീപങ്ങളാൽ ദേവിക്ക് ദീപക്കാഴ്ച ഒരുക്കുന്ന പ്രശസ്തമായ രേവതി വിളക്ക് നടക്കും. അന്ന് രാത്രി 9:15 മുതൽ ഗാനോത്സവം, സംഗീത നിശ ഭക്തജനങ്ങളുടെയും കലാസ്വാദകരുടെയും മനം നിറയ്ക്കുക തന്നെ ചെയ്യും. മാർച്ച് 31 അശ്വതി മഹോത്സവത്തിലെ എഴുന്നള്ളിപ്പുകൾക്ക് ഗജരാജൻ അടൂർ മൗട്ടത്ത് രാജേന്ദ്രൻ തിടമ്പേറ്റുമ്പോൾ ദേവവാദ്യത്തിൽ ശ്രീ പല്ലാവൂർ ശ്രീധരമാരാരും അസുരവാദ്യത്തിൽ ശ്രീ പഴുവിൽ രഘുമാരാരും വാദ്യമേള പ്രമാണിമാരാവും. അന്ന് രാത്രി 9:15 മുതൽ ഏറെ പുതുമയാർന്ന അവതരണ ശൈലി കൊണ്ട് ഉത്സവ വേദികളിൽ തരംഗമായി മാറിയ ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് നൃത്തനാടകം ശ്രീ മഹാമൃത്യുഞ്ജയൻ വേദിയിൽ അതിസുന്ദരമായി അവതരിപ്പിക്കപ്പെടും. ആനിക്കാട്ടമ്മയുടെ തിരുനാളായ മീനഭരണി നാളിൽ ഏപ്രിൽ 1 കാവടിയാട്ടം, ആണ്ടിത്തുള്ളൽ, തൂക്കം, ഗരുഡൻ, പൂമൂടൽ, ചതുശതം, കലം കരിക്കൽ, പട്ടും താലിയും തുടങ്ങിയ വിശേഷാൽ വഴിപാടുകൾ ഭക്തജനങ്ങൾ അമ്മ മഹാമായയ്ക്ക് സമർപ്പിക്കും. തിരുവരങ്ങിൽ അന്ന് രാവിലെ 9 മുതൽ സംഗീത സദസ്സും 11 മുതൽ ഉച്ചകഴിഞ്ഞ് 4 വരെ 10ഓളം സമിതികൾ അവതരിപ്പിക്കുന്ന തിരുവാതിര, കൈകൊട്ടിക്കളി, വീരനാട്യം എന്നിവയും രാത്രി 6:45 സുപ്രസിദ്ധ കർണാടക സംഗീതജ്ഞ ഡോക്ടർ MJ നന്ദിനി അവതരിപ്പിക്കുന്ന സംഗീത സദസ്സും രാത്രി 9:30 മുതൽ പ്രശസ്ത TV താരങ്ങളായ രാജേഷ് കൊട്ടാരത്തിൽ, ഹരി ഉദിമൂട തുടങ്ങിയവരെ അണിനിരത്തി കൊച്ചിൻ കലാരസിക അവതരിപ്പിക്കുന്ന കോമഡി, ഡാൻസ് ആൻഡ് മ്യൂസിക് ഷോയും ആസ്വാദക ലക്ഷങ്ങളെ ആനന്ദത്തിൽ ആറാടിക്കുക തന്നെ ചെയ്യും. കൂടാതെ തദ്ദേശീയരായ നിരവധി കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ ഡാൻസുകൾ, സംഗീത പരിപാടികൾ, ഓട്ടൻതുള്ളൽ തുടങ്ങിയ നിരവധി കലാപരിപാടികളും ഈ വർഷത്തെ ഉത്സവ ദിവസങ്ങളിൽ അരങ്ങുണർത്തുക തന്നെ ചെയ്യും. ആഘോഷങ്ങളും ആചാരങ്ങളും
കളമെഴുത്തു പാട്ട് പോലുള്ള അനുഷ്ഠാനങ്ങളും നൂറുകണക്കിന് ഭക്തർ പങ്കാളികളാകുന്ന താലപ്പൊലി വഴിപാടും വർണ്ണാഭമായ വേലകളിയും മയിലാട്ടവും എല്ലാം ചേർന്ന് ആനിക്കാട്ട് തിരുവുത്സവം 2025 ഇതാ വർണ്ണാഭമായി സമാഗതമാവുകയാണ്. പുണ്യം, കീർത്തി, മംഗളം, സുഖം, മോക്ഷം, സന്തോഷം, വാക്ക്, ബുദ്ധി, വിദ്യ, ജ്ഞാനം, ചാതുര്യം, യുക്തി, ധാരണാശക്തി, ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ സർവതോമുഖമായ ഉയർച്ചയ്ക്കും ഉത്സാഹത്തിനും അടിസ്ഥാനമാകുന്ന എല്ലാം ഏകുന്ന അമ്മ മഹാമായയുടെ ഈ തിരുസന്നിധിയിൽ മാർച്ച് 26 മുതൽ ഏപ്രിൽ 1 വരെ നടക്കുന്ന ആനിക്കാടിന്റെ ഈ ദേശീയ ഉത്സവത്തിലേക്ക് സസ്നേഹം ഹൃദയം ചേർത്ത് സ്വാഗതം ചെയ്യട്ടെ.